ഇതാണ് ഘാട്ട് 8. ഇവിടെ ഉണ്ട്, എല്ലാവരും കുളിക്കുന്നുണ്ട്. നോക്കിയേ, നമ്മൾ കറക്റ്റ് ഒരു 1/2 കിലോമീറ്റർ വിടുത്തുള്ള ഗംഗയുടെ നടുക്കൂടെ പോകുന്നേ. സൂര്യൻ അസ്തമിച്ചു. ഇനി രാത്രിയുള്ള വ്യൂ കണ്ട മക്കളെ, അടുത്ത ഒരു നോർത്ത് ഇന്ത്യൻ സീരീസ് ആയിട്ട് നമ്മൾ വന്നാക്കാണ്. കുംഭമേള തുടങ്ങിയപ്പോൾ വിചാരിച്ചാണ് പ്രാഗിൽ വരണം കുംഭമേളയ്ക്ക് കൂടുന്നത്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഹോളി ഡിപ്പിന്നല്ല, ഒരു 2 മാസം മുന്നേ ഞാൻ ഈ വഴി കൂടെ 2 ദിവസം നടന്ന് ഇതെല്ലാം കണ്ടതാ. ഇവിടുത്തെ അമ്പലങ്ങളും ഇവിടുത്തെ ത്രിവേണി സംഘം ഒക്കെ കണ്ടതാ. അപ്പൊ അന്ന് ഇതിന്റെ വർക്ക് നടക്കായിരുന്നു, ഈ പറഞ്ഞ കുംഭമേളയുടെ വർക്ക് നടക്കായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാണ് അന്ന് കുംഭമേള കഴിഞ്ഞു വരുമ്പോ ഇവിടെ എന്താ അവസ്ഥ, അന്ന് തീരെ തിരക്കുണ്ടാവില്ല, ഇന്ന് എന്താവും തിരക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഇന്നത്തെ തിരക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആ കുംഭമേളയുടെ അടുത്തേക്ക് പോകണം. അവിടെയുള്ള തിരക്ക് നിങ്ങൾ നോക്കിയേ, ദൂരം എത്രയോ ദൂരം കണ്ണ് കാണാതെ അത്രയും തിരക്കാണ്. ആൻഡ് ഇതേപോലെ തന്നെ ബാക്കിലും ആൾക്കാർ അത്രയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കോണ്ടന്റ് ഐഡിയാസ് എൻ്റെ മൈൻഡിലുണ്ട്. അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. ആൻഡ് നല്ല വീഡിയോസാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്ന് ഒന്നാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. ഇന്ന് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണിച്ചു തരാം. 100 വഴികളിൽ ചെറിയൊരു വഴിയാണ് നമ്മൾ കയറിയ. വഴിയിലും ഉള്ള തിരക്ക് നോക്കിയേ, എത്ര പേരാണ്. അത് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ഉണ്ടാവും ഇതിൻ്റെ റോഡിന് നീളം. ആ നീളം മൊത്തം ആൾക്കാരാ. ആൻഡ് ഇവിടെ ആ റോഡ് തീരാണ്. ഇവിടുന്ന് ഈ വഴി ഇറങ്ങിയിട്ടാണ് പോകേണ്ടത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവിടുത്തെ തിരക്ക്? ഇതാണ് സൂം ചെയ്തിട്ടുള്ളത്. ആ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ പുഴ. അവിടേക്ക് പോകാൻ തന്നെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇതുപോലൊരു വ്ളോഗ് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. നോക്കി എൻ്റെ പിന്നിൽ എത്ര പേരുള്ളതെന്ന്. മൊത്തം 25 സെക്ടറായിട്ടാണ് ഈ ഒരു പുഴയെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 4ാമത്തെ സെക്ടറാണ് നമ്മളുള്ളത്. ബാക്കി സെക്ടറുകൾ കാണാൻ പറ്റുമോ അറിയില്ല. അത് ഒരു സെക്ടർ തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്തുള്ളത്. സോ അത് മൊത്തത്തിൽ കാണാൻ പറ്റുമോ അറിയില്ല. എന്നാലും പറ്റാവുന്നത് മാക്സിമം നിങ്ങൾക്ക് നല്ല ക്ലിപ്പുകൾ കാണിച്ചു തരാം. കേട്ടോ, നമ്മൾ അത്യാവശ്യം ഒരു ഘാട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ബ്രിഡ്ജ് കാണാം. ഇവിടെ പുഴ ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ ഒരുപാട് ഘാട്ടുകൾ ഉണ്ടാക്കി വെച്ചാൽ ചെറിയ ഒരുപാട് ഘാട്ടുകൾ വിത്ത് സെക്യൂരിറ്റി അവിടെ വെച്ചിട്ടുണ്ട്. പ്ലസ് എക്രോസ് നിങ്ങൾക്ക് പോകണമെങ്കിൽ അവിടെ വലിയ ബ്രിഡ്ജ് കെട്ടിട്ടുണ്ട്. ഈ ബ്രിഡ്ജിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രാഗിൽ വന്നപ്പോൾ, ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനിവിടെ കൊടുക്കാം. പ്രാഗിൽ വന്നപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കായിരുന്നു. അപ്പോൾ ബ്രിഡ്ജ് പണി ചെയ്യായിരുന്നു. അപ്പോൾ കുറേ വെസൽ കൊണ്ടുവന്ന് ഇറക്കി. അപ്പം ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നത്, എന്താ കുറേ വെസൽ ഇവർ ഇറക്കിയിട്ടുള്ളത്, ഇതെന്തിനാ ബ്രിഡ്ജ് പണിയാനാണോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പറയുന്നുണ്ട്. പിന്നീടാണ് അറിഞ്ഞത് അത് ബ്രിഡ്ജ് പണിയാനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒരു കിഡു ബ്രിഡ്ജ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൂടെ പറ്റിയ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. അടിപൊളി. അതായത് പുഴയുടെ നടുക്കൂടെ ആണ് ആ ബ്രിഡ്ജ് വരുന്നത്. നമുക്ക് അതൊന്ന് പോയി നോക്കാം. ഇനി എത്ര ദൂരം ഇവിടെ നടക്കേണ്ടെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നന്നായി നടന്നു നോക്കാം. ഇതാണ് ഘാട്ട് 8. ഇവിടെ ഉണ്ട്, എല്ലാവരും കുളിക്കുന്നുണ്ട്. ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടുമെന്ന് അറിയാം, എന്നാലും പബ്ലിക് പ്ലേസ് അല്ലേ. ആൻഡ് ഇവിടെ ഒരുപാട് ബ്രിഡ്ജസും ഉണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് 8ാം നമ്പറാണ്. ഇവിടെ അടുത്ത ബ്രിഡ്ജ് ഉണ്ട്, അത് 9ആണ്. അത് ഇങ്ങോട്ട് വരാനാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ബ്രിഡ്ജ്. 1 വേ ഉള്ളൂ ബ്രിഡ്ജ്, 2 വേ ഇല്ല. അപ്പോൾ നമ്മൾ 8ാമത്തെ ബ്രിഡ്ജ് കൂടെ നമുക്കൊന്ന് ക്രോസ് ചെയ്ത് നോക്കാം. നമ്മൾ ബ്രിഡ്ജ് 8ലൂടെ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള തിരക്ക് നോക്കിയേ, ഇതാണ് ഒരു വൈഡ് വ്യൂ വരുന്നത്. എത്ര പേരാ കുളിക്കുന്നത്. എന്താ ഈ സൈഡും ഇത് നമുക്ക് അപ്പുറത്തെ കടവിലേക്ക് പോകാനുള്ളൊരു ബ്രിഡ്ജാണ്. ഇത് ഞാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാ ഇവർ എത്ര ബ്രിഡ്ജ് ഉണ്ടാക്കിയെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ ഒത്തിരി 8-10 മേലുണ്ട്. എല്ലാം ഒരു 2 മാസം വരും. കാരണം ഞാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ തുടങ്ങുന്നേ ഉള്ളൂ ബ്രിഡ്ജ്. ഇപ്പം അത് കഴിഞ്ഞു. ഒരു 10-15 ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. അത്രയും ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. അതൊരു ഇത്രയും വലിയ ഗംഗയുടെ മുകളിൽ കൂടെ. കഴിവ് തന്നെ മക്കളത്. നോക്കിയേ, നമ്മൾ കറക്റ്റ് ഒരു 1/2 കിലോമീറ്റർ വിടുത്തുള്ള ഗംഗയുടെ നടുക്കൂടെ പോകുന്നത്. അത് ഈ ബ്രിഡ്ജിന്റെ സഹായം കൊണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവർക്ക് വേറൊരു വഴിയില്ല. കാരണം 1.25 കിലോമീറ്റർ അത്രയും നീണ്ടിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പുറത്തെ ഒരു കരയ്ക്ക് എത്താൻ എന്ന് പറയുന്നത്
ബ്രിഡ്ജുകളൊക്കെ താണ്ടി എത്ര പേർക്ക് പോകാൻ പറ്റും? അങ്ങോട്ട് പണിതു, ഒരു ലോഡ് ബ്രിഡ്ജ് പണിതു. ഇതാ എത്ര എളുപ്പത്തിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഒറ്റൊരു ആശ്വാസം എന്താണെന്നുണ്ടെങ്കിൽ വെള്ളം കുറവ് വെച്ചാൽ നല്ല കുറവാ. നമുക്ക് അടി വരെ കാണാൻ പറ്റും. ഇപ്പം ഇവിടെ തന്നെ കണ്ടില്ലേ, വെള്ളം വളരെ കുറവാണ്. നമുക്കിത് അതിൻ്റെ അടിഭാഗം അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത്രയും വെള്ളം കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഒഴുകി പോകുന്നു എന്നുള്ള കേസ് വളരെ കുറവേ വരുള്ളൂ. ഉണ്ടോയെന്ന് അവനെ അറിയില്ല. അങ്ങനെ ഒഴുകി പോകാനുള്ള വെള്ളമൊന്നും ഇല്ല. ഇനി നിങ്ങൾ കുംഭമേള കണ്ടിട്ടുള്ള ഗിന്നസ് റെക്കോർഡ്. ഇവിടെ ഗിന്നസ് റെക്കോർഡിൻ്റെ ആൾക്കാർ വന്നിട്ട് 3 ഗിന്നസ് റെക്കോർഡിനാണ് ഇപ്രാവശ്യം അവർ ട്രൈ ചെയ്തത്. ഒന്ന് വെച്ചാൽ ഏറ്റവും ലോങ്ങസ്റ്റ് ഹ്യൂമൻ ചെയിൻ, മനുഷ്യ ചങ്ങല ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യോഗ ചെയ്യുന്ന, അറ്റ് എ ടൈം യോഗ ചെയ്യുന്നതിന്. 3 വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന, ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലുന്നതിനും കൂടി. അങ്ങനെ 3 പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഗിന്നസ് ടീം വന്നിട്ടുള്ളത്. മേ ബി കിട്ടിയേക്കാം. ഇത്രയും പേരില്ലേ. ഈ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് വരാൻ പറ്റി എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് എവിടെ നടക്കുന്നത്, എങ്ങനെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പറ്റീച്ച് നോക്കി നോക്കാം. ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു പ്രസാദം കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തിനാണ് വാങ്ങാതിരിക്കുന്നത്? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാഗിൻ്റെ വീഡിയോ വന്നവർക്കറിയാം, നമുക്ക് പ്രാഗിൽ ഒട്ടക സഫാരി ഉണ്ടായിരുന്നു. 50 രൂപയ്ക്ക് ഞാൻ അന്ന് കയറി. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകൂടി ലിങ്കിൽ കൊടുക്കാം. അത് ഇപ്പോഴും ഉണ്ട്. അത് പക്ഷെ 1 അല്ല 2, 3, 4 എണ്ണൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ വിമാനം മിനിറ്റിന് വിമാനം കയറിക്കൊണ്ടേയിരിക്കും. അതും നല്ല റേറ്റ് കൂട്ടിയിട്ടാണ് പ്രാഗിലേക്ക് വിമാനങ്ങൾ ഓടുന്നത്. എന്നിട്ടും ഇഷ്ടം പോലെ വിമാനങ്ങൾ ഒരു 2 മിനിറ്റ് കൂടുതലോളം പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ബിസി ആയിക്കൊണ്ടിരിക്കുക. സൂര്യൻ അസ്തമിച്ചു. ഇനി രാത്രിയുള്ള വ്യൂ കണ്ട മക്കളെ. ഈ ഒറ്റ സാധനം കാണിച്ചു തരാനാ ഞാനിവിടെ വൈകുന്നേരം വരെ നിന്നേ. നോക്കിയേ, കിലോമീറ്റർ കണക്കിന് എവിടെ നോക്കിയാലും ലൈറ്റ് വെച്ച് സെറ്റ് ചെയ്താണ് കേട്ടോ. ഓക്കെ, എൻ്റെ 360 കാണിച്ചു തന്നാലും എല്ലായിടത്തും പോകുമ്പോൾ ലൈറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് എത്ര മാസത്തെ പണിയാന്ന് എനിക്കറിയാം. ഒരു രക്ഷയില്ല. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി നേരം ഇവിടെ നിന്നത്. ഇപ്പോഴും ഈ നേരത്തും ആൾക്കാർ വരുന്നതിനൊരു കുറവില്ല കേട്ടോ. ആൾക്കാർ വന്ന് ഇപ്പോഴും കുളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് മിഡ് നൈറ്റ് വരെ, മേ ബി 24 hour ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കും. കാരണം വരുന്നവർ കൂടുതലും പെട്ടെന്ന് വന്ന് തൊഴുതു പോവുക എന്നൊരു ഇതിനു വേണ്ടിയാണ് വരുന്നത്. അപ്പോൾ വരുന്നവരെല്ലാവരും 24 മണിക്കൂറും വന്നുകൊണ്ടേയിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിന് വരാതിരിക്കാൻ പറ്റാം? ഇനി വരണം എന്നുള്ളവർ 26-ാം തീയതിക്കുള്ളൂ വരാം. ഇനി 26-ാം തീയതി ഒരു മെയിൻ സ്നാനം വരണേ. അതുവരെ വലിയ തിരക്കുണ്ടാവില്ല. അപ്പോൾ ഇന്ന് 14, 26-ാം തീയതിക്കുള്ളൂ വന്നാൽ നിങ്ങൾക്ക് സുഖമായിട്ട് വന്നിട്ട് കുളിച്ചിട്ട് തൊഴുതിട്ട് പോകാവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.